ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC മെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ജ്ഞാനപീഠ പുരസ്കാരം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ PSC എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കണ്ടു കാണും ഈ കഴിഞ്ഞ ദിവസം ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ചത്. അപ്പോൾ അതിന്റെ റെലവൻസ് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കാതെ ക്ലാസ്സിലേക്ക് കടക്കാം. ജ്ഞാനപീഠ പുരസ്കാരത്തിനെ കുറിച്ച് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ആർക്കാണ് കിട്ടിയത്, ഈ കഴിഞ്ഞ അടുത്ത വർഷങ്ങൾക്ക്, അതായത് ഈ കഴിഞ്ഞു പോയ വർഷങ്ങളിൽ ആർക്കൊക്കെയാണ് ലഭിച്ചത്, അതേപോലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെ എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്താ പറയുന്നത്, 59ാമത് ജ്ഞാനപീഠ പുരസ്കാരമാണ് ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. ആർക്കാണ് ലഭിച്ചതെന്ന് നോക്കാം. പ്രശസ്ത ഹിന്ദി എഴുത്തുകാരൻ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോ അടുത്തൊരു കാര്യം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഛത്തീസ്ഗഡിന്റെ അഭിമാനം എന്നൊരു ടൈറ്റിൽ കൂടിയുണ്ട്. അതിന് കാരണം ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഛത്തീസ്ഗഡ് സ്വദേശി കൂടെയാണ് വിനോദ് കുമാർ ശുക്ല. അപ്പോ ആദ്യത്തെ പോയിന്റ്, വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് ഈ കൊല്ലത്തെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരമായിരുന്നു. അതേപോലെ തന്നെ ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഛത്തീസ്ഗഡ് സ്വദേശി കൂടെയാണ് വിനോദ് കുമാർ ശുക്ല. മറ്റൊരു ടൈറ്റിൽ എന്താന്ന് വെച്ചാൽ 12ാമൻ. എന്താണ് ഈ 12ാമൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജ്ഞാനപീഠം നേടുന്ന 12ാമത്തെ ഹിന്ദി എഴുത്തുകാരനാണ് അദ്ദേഹം. ജ്ഞാനപീഠം നേടുന്ന 12ാമത്തെ ഹിന്ദി എഴുത്തുകാരനാണ് അദ്ദേഹം. 1999 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 1999 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പോയിന്റ്സ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. ഛത്തീസ്ഗഡിലെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ സ്വദേശിയാണ് ഇദ്ദേഹം. അതേപോലെ തന്നെ ഹിന്ദി സാഹിത്യത്തില്, ഹിന്ദി എഴുത്തുകാരുടെ കൂട്ടത്തിലെ 12ാമത്തെ ആളുകൂടിയാണ് വിനോദ് കുമാർ ശുക്ല. വിനോദ് കുമാർ ശുക്ലയുടെ പ്രധാനപ്പെട്ട ചില നോവലുകളെ കുറിച്ചാണ് നമ്മൾ ഇനി പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 നോവലുകളാണ് ഈ താഴെ തന്നിരിക്കുന്നത്. ദിവാർ മേം ഏക് ഖിർക്കി രഹത്തി തി. ദിവാർ മേം ഏക് ഖിർക്കി രഹത്തി തി. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞു 1999 അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു എന്ന് പറഞ്ഞിരുന്നു. അത് ലഭിച്ചത് ദിവാർ മേം ഏക് ഖിർക്കി രഹത്തി തി എന്ന നോവലിനാണ് എന്ന് ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 2, നൗക്കർ കി കമീസ്. നൗക്കർ കി കമീസ് എന്ന നോവല് പിന്നീട് സിനിമയായി ചിത്രീകരിക്കുകയുണ്ടായി. 3, സബ് കുച്ച് ഹോന ബച്ചാ രഹേഗ. സബ് കുച്ച് ഹോന ബച്ചാ രഹേഗ. അപ്പോ 3 പോയിന്റ്സ്, 3 നോവലുകളുടെ പേരും പ്രധാനപ്പെട്ടതാണ്, പഠിച്ചിരിക്കുക. ഇനി നമ്മള് ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ ഒരു ഹിസ്റ്ററി അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഭാരതീയ ജ്ഞാനപീഠം വാർഷികമായി നൽകി വരുന്ന ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയതും ഉന്നതവുമായ സാഹിത്യ പുരസ്കാരമാണ് ജ്ഞാനപീഠ പുരസ്കാരം. ജ്ഞാനപീഠ പുരസ്കാരം നൽകി വരുന്നത് ഗവൺമെന്റ് അല്ല, പകരം ഭാരതീയ ജ്ഞാനപീഠം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകി വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ സാഹിത്യത്തിലുള്ള മികച്ച സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം നൽകപ്പെടുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അടുത്തത് നോക്കാം, ആരാണ് തിരഞ്ഞെടുത്തത്? ശ്രീ വിനോദ് കുമാർ ശുക്ലയെ ആരാണ് തിരഞ്ഞെടുത്തത് എന്നൊരു ചെറിയൊരു ബേസിക് ഇൻഫോർമേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പ്രശസ്ത എഴുത്തുകാരിയും ജ്ഞാനപീഠ ജേതാവുമായ പ്രതിഭ റായ് അധ്യക്ഷത വഹിച്ച സമിതിയാണ് ഈ ജ്ഞാനപീഠ പുരസ്കാരം നൽകിയത്. ഓക്കെ, അപ്പോ ഭാരതീയ ജ്ഞാനപീഠം വാർഷികമായി നൽകി വരുന്ന ഒരു പുരസ്കാരമാണിത്. സാഹിത്യത്തിനുള്ള മികച്ച സംഭാവനയ്ക്കാണ് ഈ പുരസ്കാരം നൽകുന്നത്. തിരഞ്ഞെടുത്തത് പ്രശസ്ത എഴുത്തുകാരിയും ജ്ഞാനപീഠ ജേതാവുമായ പ്രതിഭ റായ് അധ്യക്ഷത വഹിച്ച സമിതിയാണ്. അതൊരു ബേസിക് ഇൻഫോർമേഷൻ ആണ്, അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ശരി, അപ്പോൾ ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ PSC എക്സാംസ് എഴുതുന്നവർക്കറിയാം, ഈ എല്ലാ പുരസ്കാരങ്ങളുടെയും സമ്മാന തുകയെ പറ്റി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലെ. സമ്മാന തുകയെ പറ്റി ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സമ്മാനം എന്ന് നോക്കാം. 11 ലക്ഷം രൂപ, 11 ലക്ഷം രൂപയും സരസ്വതി ദേവിയുടെ വെങ്കല പ്രതിമയും പ്രശസ്തി പത്രവും അടങ്ങുന്നതായിരുന്നു സമ്മാനം എന്ന് പറയുന്നത്. ഇതാണ് സരസ്വതി ദേവിയുടെ വെങ്കല പ്രതിമ. ഓക്കെ, അപ്പോൾ 11 ലക്ഷം രൂപ, സരസ്വതി ദേവിയുടെ വെങ്കല പ്രതിമ, കൂടാതെ പ്രശസ്തി പത്രം എന്നിവയാണ് സമ്മാനത്തിൽ ഉൾപ്പെടുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താന്ന് വെച്ചാല് ജ്ഞാനപീഠ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നൽകപ്പെടുന്നില്ല എന്നുള്ളതാണ്. ജ്ഞാനപീഠ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി നൽകപ്പെടുന്നില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്.
ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്നാണ് ജ്ഞാനപീഠ പുരസ്കാരം സ്ഥാപിതമായത് എന്നുള്ളത്. 1961 ജ്ഞാനപീഠ പുരസ്കാരം സ്ഥാപിതമാകുന്നത്. മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെട്ട ഭാഷകളും ഇംഗ്ലീഷിലും എഴുതുന്ന ഇന്ത്യൻ എഴുത്തുകാർക്ക് മാത്രമാണ് ഈ ജ്ഞാനപീഠ പുരസ്കാരം നൽകി വരുന്നത്. 1961 സ്ഥാപിതമായ ഈ പുരസ്കാരം ഇന്ത്യൻ ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭാഷകളിലും ഇംഗ്ലീഷിലും എഴുതുന്ന ഇന്ത്യൻ എഴുത്തുകാർക്ക് മാത്രമേ നൽകൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അപ്പൊ നെക്സ്റ്റ് പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാല് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളികൾ എന്നൊരു ടോപ്പിക്കാണ്. വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞു 1961 സ്ഥാപിതമായ ജ്ഞാനപീഠ പുരസ്കാരം കൊടുത്തു തുടങ്ങിയത് 1965 അപ്പോൾ 1965 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജി ശങ്കരക്കുറുപ്പ്. ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കാവ്യ സമാഹാരത്തിനാണ് 1965 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. പിന്നീട് 1980 എസ് കെ പൊറ്റക്കാടിന്റെ ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്നത്. 1984 തകഴി ശിവശങ്കര പിള്ളയ്ക്കും 1995 MT വാസുദേവൻ നായർക്കും 2007 ONV കുറുപ്പിനും 2019 അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കുമാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഇവർക്ക് 4 പേർക്കും സാഹിത്യത്തിലുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകിയത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട എത്ര പേരാണ്? 6 പേരുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. വർഷം കൂടി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തു വെക്കാം. അപ്പോൾ ജി ശങ്കരക്കുറുപ്പിന് ഓടക്കുഴൽ എന്ന കാവ്യ സമാഹാരത്തിനും എസ് കെ പൊറ്റക്കാടിന് ഒരു ദേശത്തിന്റെ കഥ എന്ന നോവലിനും തകഴി ശിവശങ്കര പിള്ള, MT വാസുദേവൻ നായർ, ONV കുറുപ്പ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരി എന്നിവർക്ക് സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കുമാണ് ഈ പുരസ്കാരം ലഭിച്ചത്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് 2022, 23, 24 വർഷങ്ങളിൽ, അതായത് 24 ഇപ്പോഴാണ് പ്രഖ്യാപിച്ചത്. അപ്പൊ ഈ വർഷങ്ങളിൽ കൂടി ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെ ഏത് ഭാഷയാണ് എന്ന് കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. 2022 ദാമോദർ മൗസോ, ലാംഗ്വേജ് കൊങ്ങണിയാണ്. 2023 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്, ഗുൽസാർ ഉറുദു, ജഗദ്ഗുരു രാമഭദ്രാചാര്യ സാൻസ്ക്രിറ്റ്. 2024 ഹിന്ദിയിൽ കിട്ടിയത് ആർക്കാണ്? നമ്മളിപ്പോ പഠിച്ചതുപോലെ തന്നെ വിനോദ് കുമാർ ശുക്ലയ്ക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജ്ഞാനപീഠ പുരസ്കാരം എന്നൊരു ടോപ്പിക്കിൽ നമ്മൾ കറന്റ് പഠിച്ചിരിക്കേണ്ടത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ MT വാസുദേവൻ നായർ നമുക്കറിയാം കഴിഞ്ഞ ഡിസംബർ 2024 ഡിസംബറിൽ അദ്ദേഹം മരണമടഞ്ഞിരുന്നു. അപ്പൊ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ജ്ഞാനപീഠ പുരസ്കാരവുമായിട്ട് റിലേറ്റ് ചെയ്ത്, അതായത് ഏത് വർഷമാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് എന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എടുക്കുക. ഈ ഒരു ടോപ്പിക്ക് നന്നായി തന്നെ പഠിക്കുക. അപ്പോൾ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് KS മെന്ററിനെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ വരുന്ന സെക്രട്ടേറിയറ്റ് OAയുടെ ടെസ്റ്റ് സീരീസുകളൊക്കെ ആരംഭിക്കുന്നതാണ് ഉടനെ തന്നെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.